അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1162. സൂറത്തുൽ അൻആം 1 മുതൽ 10 കൂടിയ സൂക്തങ്ങളുടെ വിശദീകരണം തുടർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും പടച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വജഅലൽ ളുലുമാതി വന്നൂർ, പ്രകാശത്തെയും ഇരുട്ടുകളെയും അവൻ സംവിധാനിക്കുകയും ചെയ്തു. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും അവരുടെ നാഥനെ നിഷേധിക്കുന്ന ആളുകൾ അല്ലാഹുവിനോട് സമന്മാരെ ആക്കുകയാണ്. ഹുവല്ലദീ ഖലഖക്കും മിൻ തീൻ, ആ അല്ലാഹു തആല നിങ്ങളെ കളിമണ്ണിൽ നിന്ന് പടച്ചവനാണ്. സുമ്മ ഖളാ അജല, എന്നിട്ട് അല്ലാഹു തആല ഒരു അവധി നിശ്ചയിച്ചു. വഅജലും മുസമ്മൻ ഇൻദഹു, അല്ലാഹുവിങ്കൽ നിർണിതമായിട്ടുള്ള ഒരു അവധി, മറ്റൊരവധിയുണ്ട്. സുമ്മ അൻതും തംതറൂൻ, എന്നിട്ടും നിങ്ങൾ സംശയിക്കുകയാണ്. അഥവാ ഈ രണ്ട് സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്കും അതേപോലെ ഈ പ്രപഞ്ചത്തിലെ ധാരാളം സംവിധാനങ്ങൾക്കും അസ്തിത്വം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് സ്തുതിക്കർഹൻ, അഥവാ ആരാധനക്കും അർഹൻ. അവനാണ് ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വച്ചിട്ടുള്ളത്. എന്നാൽ ഈ സംവിധാനങ്ങളിലൊന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത, ഇത്തരം സംവിധാനങ്ങളിൽ യാതൊരുവിധ കോൺട്രിബ്യൂഷനും നിർവഹിക്കാത്ത ഈ പ്രകൃതിയിലെ, ഈ ഭൂമിയിലെ പലതിനെയും അല്ലാഹുവാകുന്ന ഈ ശക്തനായ ശക്തിയോട് സമമാക്കി വെക്കുകയും അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധന അല്ലാഹു അല്ലാത്ത മറ്റു പലതിനും സമർപ്പിക്കുകയും ചെയ്യുന്ന വിവരദോഷമാണ് ധാരാളം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ, മഹാനരായ ആദം നബി അലൈഹി ഇസ്ലാം എന്ന മനുഷ്യരുടെ കൂടെ ആദ്യത്തെ മനുഷ്യനെ അല്ലാഹു മണ്ണിൽ നിന്ന് പഠിച്ചു. പിന്നീട് വരുന്നവരൊക്കെ സാധാരണഗതിയിൽ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിലുള്ള സങ്കലനത്തിന്റെ പ്രതിഫലനം എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിക്കുന്നത് ഒന്നുകിൽ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മണ്ണിൽ നിന്ന് പഠിച്ചു എന്നാണ്, അല്ലെങ്കിൽ എല്ലാവരെയും മണ്ണിൽ നിന്ന് പഠിച്ചു എന്ന പ്രയോഗവും തെറ്റല്ല. കാരണം ഇന്ദ്രിയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പൊതുവിൽ നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയാമെങ്കിൽ ആ ഇന്ദ്രിയം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സോഴ്സിന് മണ്ണുമായി വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മണ്ണിൽ നിന്ന് പഠിച്ചു എന്ന് വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ആ പ്രസ്താവനയും ശരിയാണ് എന്ന അർത്ഥത്തിലും വ്യാഖ്യാനവും വിശദീകരണവും വന്നിട്ടുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും മണ്ണിൽ നിന്ന് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പടച്ച അല്ലാഹു അവന് ഇവിടെ ജീവിച്ചു മരിക്കാൻ ഒരു അവധി നിശ്ചയിച്ചു. പിന്നീട് അവൻ മരണത്തിനു ശേഷം പുനർജന്മത്തിന് അല്ലാഹു നിർണിതമായ മറ്റൊരവധിയും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിട്ടും സുമ്മ അൻതും തംതറൂൻ, എന്നിട്ട് നിങ്ങൾ സംശയിക്കുകയാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതായത് ഇത്രയൊക്കെ ഈ ആകാശവും ഭൂമിയും ഒക്കെ പടക്കുകയും നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ തന്നെ അത്ഭുതകരമായ മുന്നേറ്റം നടത്തുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തരുടെ മരണം അല്ലാഹു തീരുമാനിച്ചു. ഇനി പുനർജന്മത്തിലുള്ള സംവിധാനവും അല്ലാഹു തആല ഒരുക്കി വെച്ചു എന്ന് പറയുമ്പോൾ ഈ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അവന്റെ ശക്തി കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർ ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും ഒരു പുനർജന്മം സാധ്യമോ, അങ്ങനത്തെ ഒരു സംഭവം സാധ്യമല്ല, അത് പോസിബിൾ അല്ല എന്ന അർത്ഥത്തിൽ പുനർജന്മത്തെ നിഷേധിക്കുകയും അതിനനുസരിച്ച സംശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ തീരെയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആദ്യമായി ഉണ്ടാക്കുക എന്നതല്ലേ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിവിടെ അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കിയതിന്റെ അനുഭവം മനുഷ്യന്റെ മുന്നിലുണ്ടല്ലോ. ആ മനുഷ്യനെ ഒന്ന് മരണപ്പെട്ടതിനു ശേഷം മണ്ണിൽ ലയിച്ചാൽ പോലും വീണ്ടും ഒന്ന് റീസൈക്കിൾ ചെയ്ത് രണ്ടാമതൊന്ന് സംവിധാനിക്കുക എന്നത് അത്ര തന്നെ സങ്കീർണമല്ലാതിരുന്നിട്ടും
അള്ളാഹുവിനത് സാധിക്കില്ല എന്ന് പറയുകയാണ് ജനങ്ങൾ. ഇത് വല്ലാത്ത കൃത്യവിലോപവും അതേസമയത്ത് മനുഷ്യൻ നിഷേധത്തിന്റെ ആൾരൂപമായി മാറുന്നതിന്റെ പ്രതിഫലനവുമാണ് എന്നാണ് അള്ളാഹുത്താല പറഞ്ഞതിന്റെ താല്പര്യം. സുമ്മാൻറ്റും തംതറൂൻ, പിന്നീട് നിങ്ങൾ സംശയിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ പുനർജന്മം സാധ്യമല്ല എന്ന ഒരു സന്ദേഹം നിങ്ങളിൽ കടന്നുകൂടുന്നു. വാസ്തവത്തിൽ വഹുവല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളിലും ഭൂമിയിലും ആരാധ്യനായിട്ടുള്ളവൻ. ആകാശങ്ങളിലും ഭൂമിയിലും ആരാധ്യനായിട്ടുള്ളവൻ അല്ലാഹുവാണ്. ബഹുമാനപ്പെട്ട ഇമാം തബീരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. യഖൂലു തആല ദിക്റുഹു, അല്ലാഹു തആല പറയാണ്, ഇന്നല്ലദീ ലഹുൽ ഉലൂഹത്തുല്ലത്തി ലാ തൻബഗി ലിഗൈരിഹി, മറ്റൊരാൾക്കും തന്നെ ലഭ്യമാക്കാൻ യോഗ്യതയില്ലാത്ത ആരാധിക്കപ്പെടാനുള്ള അർഹത എന്ന കാര്യം അത് അല്ലാഹുവിന് മാത്രമാണ്. അൽ മുസ്തഹിഖ അലൈക്കും ഇഖ്ലാസുൽ ഹംദി ലഹു ബി അലായിഹി ഇൻദക്കും, നിങ്ങൾക്ക് അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്തുതി നിങ്ങൾ അവനു മാത്രം തരിപ്പിക്കാൻ അവകാശപ്പെട്ട ആരാധ്യനായിട്ടുള്ള അല്ലാഹു, അയ്യുഹന്നാസോ ജനങ്ങളെ, അല്ലദീ യഅദിലു ബിഹി കുഫാറുക്കും മൻ സിവാഹു, അല്ലാഹു നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിഷേധികൾ അല്ലാഹു അല്ലാത്ത പലതിനെയും അല്ലാഹുവിനോട് സമമാക്കി പറയുന്ന ആ അല്ലാഹു മാത്രമാണ് ഭൂമിയിലും ആകാശത്തും ആരാധ്യനായിട്ടുള്ളവൻ, അഥവാ ആരാധിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമേ ഉള്ളൂ. ഹുവല്ലാഹുല്ലദീ ഹുവ ഫിസ്സമാവാതി വഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ള അല്ലാഹു, യഅലമു സിർറക്കും വജഹറക്കും, നിങ്ങളുടെ രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഫലാ യഖ്ഫാ അലൈഹി ഷൈഉൻ. ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ മേലിൽ ഒന്നും തന്നെ അവ്യക്തമാകുന്നില്ല. അതായത് ഫറബ്ബുക്കുമുല്ലദീ യസ്തഹിഖു അലൈക്കുമുൽ ഹംദ്, നിങ്ങളുടെ സ്തുതികീർത്തനങ്ങൾക്ക് അർഹതയുള്ളവനായ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, വയജിബു അലൈക്കും ഇഖ്ലാസുൽ ഇബാദത്തി ലഹു, ആരാധന അവനു മാത്രം തരിപ്പിക്കൽ നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള അല്ലാഹു തആല ഹുവ ഹാദല്ലദീ സിഫത്തുഹു, ആ അല്ലാഹുവിന്റെ വിശേഷണമാണ് എന്ത്, അവൻ ആകാശത്തും ഭൂമിയിലും ആരാധിക്കപ്പെടാൻ അർഹനാണ്. അവൻ നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അവന്റെ നിയന്ത്രണത്തിൽ നിന്നോ നിരീക്ഷണത്തിൽ നിന്നോ ഒരു നിമിഷ നേരത്തേക്ക് പോലും പുറത്തു കടക്കാൻ നിങ്ങളുടെ മുന്നിൽ യാതൊരു വഴിയുമില്ല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരാധിക്കപ്പെടാൻ ഭൂമിയിലും ആകാശത്തുമൊക്കെ അർഹൻ. ലാ മൻ ലാ യഖ്ദുറു ലക്കും അലാ ദുർരിൻ വലാ നഫ്ഇൻ വലാ യഅമലു ശൈആ, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ കഴിവില്ലാത്ത മറ്റു വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ അല്ല അവരാരാധിക്കപ്പെടാൻ അർഹരല്ല. വലാ യഅമലു ശൈആ, അവരൊന്നും തന്നെ ചെയ്യുന്നുമില്ല. വലാ യദ്ഫഉ അൻ നഫ്സിഹി സൂഅൻ ഉരീദ ബിഹാ, സ്വന്തത്തിലേക്ക് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം വന്ന ഒരു തിന്മ തടയാൻ ആ ശരീരങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ടും ആ ശരീരങ്ങളെ എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി പറയുന്ന ബുദ്ധിമോശം വല്ലാത്തത് തന്നെ. വയഅലമു മാ തക്സിബൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയും ചെയ്യുന്നു. രഹസ്യവും പരസ്യവും അറിയുമെന്ന് പറഞ്ഞാൽ തന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പെട്ടില്ലേ? പിന്നെന്തിനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുമെന്ന് പറഞ്ഞത്? അതിന്റെ താല്പര്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് ഫയുഹ്സീ ദാലിക അലൈക്കും ലിയുജാസിയക്കും ബിഹി ഇൻദ മആദിക്കും ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകുന്ന സമയത്ത് അല്ലാഹു തആല നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി അതിനനുസരിച്ച് നന്മക്ക് നന്മയും തിന്മക്ക് ശിക്ഷയും പ്രതിഫലം നൽകാനുള്ള സംവിധാനം അല്ലാഹു തആല ഒരുക്കി വെക്കുമെന്നാണ്. അപ്പൊ ഈ 3 സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവന്റെ ആരാധിക്കപ്പെടാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണ് എന്ന കാര്യം വളരെ ശക്തമായ വിധത്തിൽ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. ഇനി പറയുന്നത് വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ, അവർ അതിനെ തൊട്ട് തിരിഞ്ഞുകളയാതിരുന്നിട്ടില്ല. അഥവാ അത് പരിഗണിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അവർ അതിനെ അപഹസിച്ച് തള്ളിക്കളയുന്ന സമീപനമാണ് ഏതൊരു തെളിവുകൾ വന്നു കിട്ടുമ്പോഴും അവർ ചെയ്തിരുന്നത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ നിഷേധത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായുള്ള പ്രഖ്യാപനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത്
കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ അനിവാര്യതക്കുള്ള തെളിവാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്നതിന്റെ തെളിവാണ് വാസ്തവത്തിൽ ആകാശങ്ങളെ പടച്ചു, ഭൂമിയെ പടച്ചു എന്നൊക്കെയുള്ളത്. അപ്പൊ ആ പടക്കൽ എന്ന സംഗതി അള്ളാഹു അല്ലാത്ത മറ്റാരും ചെയ്തിട്ടില്ല. എങ്കിൽ അതൊക്കെ ചെയ്ത അള്ളാഹുവിനോട് അതൊന്നും ചെയ്യാത്ത ശക്തികളെ അല്ലെങ്കിൽ വ്യക്തികളെ തുലനം ചെയ്യുന്നതും എന്നിട്ട് ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന അവർക്ക് കൂടി പകുത്തു നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് നേരത്തെ ഉണർത്തിയതിനു ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നതിനും താൻ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകരാണ് എന്നതിനുമുള്ള തെളിവുകൾ ഓരോന്ന് ഹാജരാക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കാതെ, റസൂലുള്ളാഹിയെ അവഗണിക്കാതെ, തങ്ങൾ പറയുന്നതിനെ തള്ളിക്കളയാതെ അവരുടെ സ്വഭാവം മാറിപ്പോകുന്നില്ല. അഥവാ അവരതിനെയൊക്കെ തള്ളിക്കളയുന്നു. അഥവാ തൗഹീദും അതേപോലെ തന്നെ മുത്തുനബിന്റെ റിസാലത്തും അവർ നിഷേധിക്കുന്നു. ഇത് അവർ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ജീവിച്ചിട്ടുള്ള സത്യനിഷേധികൾ അതാത് കാലഘട്ടങ്ങളിൽ വന്ന പ്രവാചകന്മാരോട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതുതന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥിരീകരിക്കുന്നത്. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും ഇല്ലാ കാനു അൻഹാ മുഅരിളീൻ, അവരതിനെ തൊട്ട് പിന്തിരിയാതിരുന്നിട്ടില്ല. അഥവാ അത് അംഗീകരിക്കാതെ സ്വീകരിക്കാതെ മാറി നിൽക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ തെളിവുകളായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ രേഖകളായാലും ആ രേഖകളൊന്നും സ്വീകരിക്കാതെ അത് തള്ളിക്കളയുകയും അതിനെ നിരാകരിക്കാനും നിഷേധിക്കാനുമുള്ള വ്യഗ്രത കാണിക്കുകയുമാണ് അവരെല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഖദ് കദ്ദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും, അവർക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ ആ സത്യത്തെ അവർ നിഷേധിച്ചു, ആ സത്യത്തെ അവർ കളവാക്കി. എന്നാൽ ഫസൗഫ യഅതീഹിം, അവർക്ക് പിന്നീട് വരുന്നതാണ് അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഈ സത്യത്തെ പരിഹസിച്ചു തള്ളിയ ആളുകൾക്ക് വന്നിട്ടുള്ള വാർത്തകൾ അത് ഇവർക്കും വരുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ നിഷേധിക്കുക, അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ പ്രവർത്തനങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ശത്രുക്കൾ മാത്രമല്ല ചെയ്തത്. എല്ലാ കാലത്തുള്ള നബിമാരുടെയും അനുയായികൾ ഇത്തരത്തിലുള്ള തെറ്റായ സംഗതികൾ അനുവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം സംഗതികൾ വരികയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വന്നതുപോലുള്ള ശിക്ഷയും അതേപോലെ തന്നെ അവർക്കൊക്കെ വന്നതുപോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും അത് ഇവരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ ആ തള്ളിക്കളഞ്ഞ മുൻഗാമികളായ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അല്ലാഹു തആല കടുത്ത ശിക്ഷ കൊടുത്തു. അതേപോലെയുള്ള ശിക്ഷകൾ ഇവരെയും കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. ഭൂമിയിൽ നിന്ന് തന്നെ ചില ടെസ്റ്റ് ഡോസുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആത്യന്തികമായി പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശിക്ഷയെ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് സൂക്ഷ്മമായി പണ്ഡിതന്മാരിവിടെ നിരീക്ഷിക്കുന്നത്. ബദർ യുദ്ധത്തിൽ ശത്രുക്കൾക്കുണ്ടായ അപ്രതീക്ഷിതമായ നാണംകെട്ട തോൽവി വാസ്തവത്തിൽ ആ തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ രേഖയായിട്ടാണ് ഇമാം തൊബരി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചിന്താശേഷിയുണ്ടെങ്കിൽ അവരുടെ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അലം യറൗ, അവർ ചിന്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ കണ്ണു തുറന്നു കാണുന്നില്ലയോ, കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, അവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളതെന്ന്. എങ്ങനത്തെ തലമുറ? മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു ആ തലമുറകൾക്ക്. എങ്ങനത്തെ സൗകര്യം? മാ ലം നുമക്കില്ലക്കും, നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ പ്രവാചകന്മാരെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുള്ള അതിശക്തന്മാരായ ശത്രുക്കൾ, ആ ശത്രുക്കളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല അതിശക്തമായ ഒരു പാഠം ഈ നിമിത്തങ്ങളുടെ എതിരാളികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അവരങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കഥ വാസ്തവത്തിൽ ഇവർക്കും അറിയാം, ഈ മുശ്രിക്കുകൾക്കും അറിയാം. എന്ത്? അവരുടെ മുമ്പ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്
ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരെ നിരാകരിക്കാനും തെളിവുകളെ കൊഞ്ഞനം കുത്താനും ശ്രമിച്ചവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ശിക്ഷ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ ആരാ? ആദ് സമൂഹം, സമൂദ് ഗോത്രം, ഇവരൊക്കെ ആരാ? ഇന്ന് ഈ അറേബ്യൻ മുശ്രിക്കുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തതിനേക്കാളും വലിയ സൗകര്യം അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അവരുടെ ശാരീരിക ക്ഷമത, അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തി, അതുപോലെ തന്നെ അവരുടെ സൈനിക ബലം, അതുപോലെ തന്നെ ആൾബലം, അങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായ പല നേട്ടങ്ങളും പ്ലസ് പോയിന്റുകളും ഇവർക്കുള്ളതിനേക്കാൾ കൂടുതൽ അക്കാലത്തെ നിഷേധികൾക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ നിഷേധികളെ അല്ലാഹു തആല നശിപ്പിച്ച കഥ ഇവർക്കറിയില്ലയോ? എങ്കിൽ പിന്നെ ഇവരെക്കാൾ ശക്തന്മാരായ ആ നിഷേധികളെ നശിപ്പിച്ച അല്ലാഹുവിന് ഇവരെ നശിപ്പിക്കുക എന്നതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് എന്തേ ഇവർ ചിന്തിക്കാതെ പോയത് എന്നാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നതിന്റെ ചുരുക്കം. അതാണ് അല്ലാഹു പറയുന്നത്, അലം യറൗ, അവർ കാണുന്നില്ലയോ അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലയോ, കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്. എങ്ങനത്തെ തലമുറ? മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു. മാലം നുമക്കില്ലക്കും, നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം, അഥവാ നിങ്ങൾക്കുള്ളതിനേക്കാളും ഭൗതികമായ ധാരാളം ഗുണങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു. വാർസൽന സമാഅ അലൈഹിം മിദ്റാറാ, അവരുടെ മേലിൽ സമൃദ്ധമായി നമ്മൾ മഴ വർഷിപ്പിക്കുകയും ചെയ്തു. വജഅൽനൽ അൻഹാര തജ്രി മിൻ തഹ്തിഹിം, അവരുടെ താഴ്ഭാഗത്തുകൂടി നമ്മൾ അരുവികളെ ഒഴുക്കി എന്ന് പറഞ്ഞാൽ അവരുടെ കൃഷിയും മറ്റുമൊക്കെ സജീവമാക്കാനുള്ള വെള്ളവും സംവിധാനവും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുത്തു. അങ്ങനെ അവർ ഭൗതിക ലോകത്ത് നല്ല ഇരുത്തം വന്ന എല്ലാ സൗകര്യങ്ങളും കൊണ്ട് സുഖകരമായ ജീവിതം നയിക്കാൻ പറ്റിയ പരുവത്തിലേക്ക് നമ്മൾ അവരെ ആക്കി. എന്നിട്ടോ അവർ നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറിയപ്പോൾ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരുടെ ദോഷങ്ങൾ കാരണത്താൽ നമ്മൾ അവരെ നശിപ്പിച്ചു കളഞ്ഞു. വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, അവർക്ക് ശേഷം മറ്റൊരു തലമുറയെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. അഥവാ ആ നിഷേധികളായ തലമുറ മരണപ്പെട്ടതിനു ശേഷം അവരെ അല്ലാഹു തആല ഇല്ലായ്മ ചെയ്തതിനു ശേഷം വീണ്ടും അല്ലാഹു തആല വേറെ തലമുറയെ കൊണ്ടുവന്നു. അങ്ങനെ ആ തലമുറയിലും നിഷേധം മുളപൊട്ടിയപ്പോൾ, നിഷേധത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിയപ്പോൾ അല്ലാഹു തആല അവരെയും നശിപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് വല്ലാത്ത നിഷേധത്തിന്റെ സ്വഭാവം സ്വീകരിച്ച എത്രയോ ആളുകൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഇവർക്കും അറിയാവുന്ന സംഗതിയാണ്. എന്നിട്ടും ആ ശക്തന്മാരുടെ അത്ര തന്നെ കഴിവില്ലാത്ത അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നത് അങ്ങേയറ്റം അപകടം വിളിച്ചു വരുത്തുന്ന ശൈലിയാണ് എന്ന് അല്ലാഹു തആല ഉണർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ നിഷേധികളായിട്ടുള്ള ആളുകളുടെ ചില നൊണ്ടിന്യായങ്ങളും അതിനുള്ള മറുപടിയുമാണ് അല്ലാഹു പറയുന്നത്. വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, തങ്ങളുടെ മേലിൽ നമ്മൾ ഒരു കടലാസിൽ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചാൽ, എന്നിട്ട് ഫലമസൂഹു ബിഐദീഹിം, കടലാസിൽ അവതരിപ്പിച്ചാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റയടിക്കൊരു ഗ്രന്ഥം. ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞത് 23 കൊല്ലം കൊണ്ട് അല്പാൽപമായി ഇറങ്ങിയതല്ലേ. അതിനു പകരം ഒന്നിച്ചൊരു ഗ്രന്ഥം അവർക്ക് തൊട്ടു നോക്കാനും വായിക്കാനും സാധിക്കും വിധത്തിൽ നമ്മളൊരു കടലാസിൽ തങ്ങളുടെ പേരിൽ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചാൽ, എന്നിട്ട് ഫലമസൂഹു ബിഐദീഹിം, അവരുടെ കൈകൊണ്ട് അത് അവർ തൊട്ടു നോക്കുകയും ചെയ്താലും ലഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറയുക തന്നെ ചെയ്യും, ഇൻഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ മാരണമാണ് എന്ന് പറയുക തന്നെ ചെയ്യും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിന്റെ നിരാകരിക്കാൻ വേണ്ടി ശത്രുക്കൾ ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഒറ്റയടിക്കൊരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാത്തത് എന്ന്. ഞങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും തൊട്ടുനോക്കാനും പറ്റും വിധത്തിൽ ഒരു ഗ്രന്ഥം എന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടാത്തത് എന്ന് അവർ നബി തങ്ങളോട് ഒരു നിഷേധ സ്വരത്തിൽ ചോദിച്ചിരുന്നു. അപ്പോ അങ്ങനെ ചോദിച്ച ആളുകൾക്ക് അവരാവശ്യപ്പെട്ടതുപോലെ ഒരു ഗ്രന്ഥം കൊടുത്തിരുന്നുവെങ്കിലും അവർ വിശ്വാസത്തിലേക്കൊന്നും വരില്ല. മറിച്ച് അവർ ഇത് മാരണമാണ്, ജാലവിദ്യയാണ് എന്ന് പറഞ്ഞ് ആ തെളിവിനെ പരിഹസിക്കാനുള്ള ശ്രമമാണ് നടത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഖാലു, ആ നിഷേധികൾ പറയുകയും ചെയ്തു, ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു മലക്കിനെ അവതരിപ്പിക്കപ്പെടാത്തത്? എന്നാൽ അതവരുടെ നിഷേധത്തിന്റെ മറ്റൊരു ശൈലിയായിരുന്നു. എന്നാൽ വലോ അൻസൽനാ മലക്കൻ, നാം ഒരു മലക്കിനെയാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലോ ലഖുദിയൽ അംറു, കാര്യം അങ്ങനെ തന്നെ തീരുമാനിക്കപ്പെടുമായിരുന്നു.
സുമ്മലായി ഉള്ളറൂൻ പിന്നീട് അവർക്ക് സാവകാശം നൽകപ്പെടുമായിരുന്നില്ല. അതായത് അവരാവശ്യപ്പെട്ടതുപോലെ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു താല ഒരു മലക്കിനെങ്ങാനും ഇറക്കിയാൽ എന്നിട്ട് അവർ നിഷേധിക്കുകയാണെങ്കിൽ ഇപ്പൊ അവർക്ക് കൊടുത്തതുപോലുള്ള സാവകാശം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് നൽകപ്പെടില്ല. അവരുടനെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നുമാത്രമല്ല, വലൗ ജഅൽനാഹു മലക്കൻ, ആ പ്രവാചകനെ നാം ഒരു മലക്കാക്കിയാൽ അഥവാ മലക്കിനെ പ്രവാചകനായി നിയോഗിച്ചാൽ, ലജഅൽനാഹു റജുലൻ, ആ മലക്കിനെ നമുക്കൊരു മനുഷ്യനാക്കേണ്ടി വരും. അഥവാ മനുഷ്യന്റെ ഒരു പുരുഷന്റെ രൂപത്തിൽ ആ മലക്കിനെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ വന്നാൽ പോലെ ലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അവർ സംശയിപ്പിക്കുമ്പോഴെല്ലാം നാം അവരെ സംശയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോ നിങ്ങൾ പ്രവാചകനാണ് എന്ന കാര്യം ഞങ്ങൾക്ക് സംശയമുണ്ട്. പ്രവാചകനാണെങ്കിൽ അള്ളാഹു താല എന്തുകൊണ്ട് ഒരു മലക്കിനെ അയച്ചില്ല എന്നാണ് വരുന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് അള്ളാഹു പറയുന്ന മറുപടിയാണ്, മലക്ക് വന്നാലും നിങ്ങളെ ഈ സംശയങ്ങളൊക്കെ അങ്ങനെ തന്നെ ബാക്കി നിൽക്കും. കാരണം എന്താ, മലക്കിന്റെ പ്രകൃതം അത് സാധാരണ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രകൃതമല്ല. അപ്പൊ മലക്കുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമെങ്കിൽ ആ മലക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യരൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നാൽ എന്താവും, ആ മലക്കും ഒരു മനുഷ്യനല്ലേ എന്ന് നിങ്ങളിപ്പോ റസൂലുള്ളാഹിനോട് ചോദിക്കണം. അതേ മോശമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളോട് ചോദിച്ച ഈ നിഷേധത്തിന്റെ എല്ലാ സ്വഭാവവും ആ മലക്കിനോടും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാം മലക്കിനെ അയച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കുന്നില്ല. കാരണം ആ ആവശ്യം അനാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക, നബിയെ തങ്ങൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നിഷേധിക്കപ്പെട്ടതുപോലെ കളിയാക്കപ്പെട്ടതുപോലെ തങ്ങളുടെ മുമ്പും ധാരാളം പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും, അങ്ങനെ പരിഹസിച്ച ആളുകൾക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്, അവതരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാകാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെന്തുകൊണ്ടായിരുന്നോ പരിഹസിച്ചിരുന്നതെങ്കിൽ ആ പരിഹസിച്ച ശിക്ഷ അവർക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളെ ആശ്വസിപ്പിക്കും വിധത്തിൽ അള്ളാഹു പറയാണ്, നബിയെ തങ്ങൾക്ക് നേരെ ഈ വിമർശനത്തിന്റെ സ്വരം ഉന്നയിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കളിയാക്കലും പരിഹാസവും അത് തങ്ങൾ മാത്രം അനുഭവിച്ചതല്ല, മുൻകാല നബിമാർക്കും അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നബിമാരുടെ കാലത്ത് അള്ളാഹു തആല നിഷേധികൾക്ക് കൊടുത്തിട്ടുള്ള ശിക്ഷകൾ അത് ഈ സമുദായത്തെയും ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു തആല അറിയിച്ചു. അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.